ആകാശവാണി വാർത്താ വീക്ഷണം. ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകളാണ്. തയ്യാറാക്കിയത് ശ്രീജിത്ത് CV, മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. കാലവർഷം ശക്തമാകുന്നതിനിടെ വയനാട്ടിലെ കള്ളാടിയിൽ നിർദ്ദിഷ്ട തുരങ്കപാതയുടെ നിർമ്മാണ പ്രദേശത്ത് ജൂലൈ 7-നുണ്ടായ മണ്ണിടിച്ചിലിൽ 8 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ചൂരൽമല മേപ്പാടി റോഡിൽ കള്ളാടിക്ക് സമീപത്തെ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ 30 മീറ്ററോളം ഉയരത്തിലുള്ള മല ഒന്നാകെ താഴേക്ക് കുത്തിയൊലിച്ചതോടെ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളടക്കമുള്ളവരാണ് മണ്ണിനടിയിൽ താഴ്ന്നുപോയത്. മണ്ണും തുരങ്ക നിർമ്മാണ പ്രദേശത്ത് സംരക്ഷണ ഭിത്തിയായി നിർമ്മിച്ച കോൺക്രീറ്റ് മതിലും ഒന്നാകെ ഒലിച്ചുപോയി മീനാക്ഷി പാലം മൂടുകയായിരുന്നു. ഇതോടെ ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല, അട്ടമല ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വിവരമറിഞ്ഞതിന് പിന്നാലെ രക്ഷാദൌത്യവുമായി വിവിധ സേനാ വിഭാഗങ്ങളും ദുരന്ത നിവാരണ സേനയും സന്നദ്ധ സംഘടനകളും കള്ളാടിയിലേക്ക് കുതിച്ചെത്തി. കൈയും മെയ്യും മറന്ന രക്ഷാപ്രവർത്തനത്തിലൂടെ പലർക്കും ജീവൻ തിരിച്ചുകിട്ടിയെങ്കിലും ഉറ്റവരിൽ പലരും മണ്ണിനടിയിൽ മരണത്തിന് കീഴടങ്ങിയത് അന്നാട്ടുകാരെ കണ്ണീരിലാഴ്ത്തി. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് ജോലി ചെയ്തിരുന്നത്. അതിനാൽ തന്നെ മരണപ്പെട്ടവരിൽ ഏറെയും അവരായിരുന്നു. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രിമാരും ജില്ലാ ഭരണകൂടവും കള്ളാടിയിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് നേതൃത്വം നൽകി. കനത്ത മഴയും പ്രതികൂലമായ കാലാവസ്ഥയും കാരണം രക്ഷാദൌത്യം പ്രതിസന്ധി നേരിട്ടെങ്കിലും പിൻവാങ്ങാതെ ജീവന്റെ തുടിപ്പ് മണ്ണിനടിയിലുണ്ടോ എന്ന അന്വേഷണവുമായി ദൌത്യസേനാംഗങ്ങൾ രാപ്പകൽ കള്ളാടിയിൽ തിരച്ചിൽ നടത്തി. 5 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ കാണാതായവരിൽ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തിയെന്നാണ് കള്ളാടിയിൽ നിന്നുള്ള ഒടുവിലത്തെ വാർത്ത. കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ല എന്നാണ് ഭൌമശാസ്ത്ര ഗവേഷകരും വിദഗ്ധരും വിലയിരുത്തിയത്. മണ്ണിടിച്ചിലാണെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് പദ്ധതി പ്രദേശത്ത് അശാസ്ത്രീയമായി കൂട്ടിയിട്ട മണ്ണാണെന്നും ജില്ലാ ഭരണകൂടം പറയുന്നു. തുരങ്ക നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ട മണ്ണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നതായാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് അടിയന്തരമായി നീക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 20-ന് ജില്ലാ കളക്ടറും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ നിർദ്ദേശം പാലിക്കുന്നതിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി. മഴ കനത്തതോടെ തുരങ്ക നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത് നിർമ്മാണ കമ്പനി പാലിച്ചെങ്കിലും വലിയ കുന്നിന് സമാനമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാനോ മണ്ണൊലിപ്പ് തടയാൻ ശാസ്ത്രീയമായി നടപടികൾ സ്വീകരിക്കാനോ നിർമ്മാണ കമ്പനി തയ്യാറായില്ലെന്നാണ് ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. അതേസമയം അതിതീവ്ര മഴയെ തുടർന്നുണ്ടായതാണ് ദുരന്തം എന്നാണ് നിർമ്മാണ കമ്പനിയുടെ വിശദീകരണം. എന്തായാലും അതീവ പാരിസ്ഥിതിക ദുർബല മേഖലയായ ഇവിടെ ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ തുടരുമ്പോൾ സ്വീകരിക്കേണ്ട ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ നിർമ്മാണ കമ്പനിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്ക നിർമ്മാണം നടക്കുന്ന കള്ളാടി ഉൾപ്പെടെയുള്ള മേഖല ഭൌമശാസ്ത്രപരമായി ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളിലൊന്നാണ്. 2019-നും 2014-നും ഇടയിൽ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ആവർത്തിക്കുന്ന മണ്ണിടിച്ചിലും ഈ മേഖല എത്രത്തോളം പാരിസ്ഥിതികമായി വെല്ലുവിളിയും അപകടവും നേരിടുന്നുവെന്ന് തെളിയിക്കുന്നതാണ്. അത്തരമൊരു സങ്കീർണ സാഹചര്യം നിലനിൽക്കുന്ന മേഖലയിൽ തുരങ്കം പോലെ പ്രകൃതിക്ക് ഏറ്റവും കടുത്ത ആഘാതമേൽപ്പിക്കുന്ന നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ നിശ്ചയമായും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും അനിവാര്യമാണ്. സൂക്ഷ്മമായ പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് തുരങ്ക നിർമ്മാണം തുടങ്ങിയതെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനവും ചില പുനർചിന്തനങ്ങൾക്ക് കാരണമാവുകയാണ്. 2024 ജൂലൈ 30-ന് നാടിനെ നടുക്കിയ ചൂരൽമല, മുണ്ടക്കൈ ഉരുൾ ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറും മുൻപാണ് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള കള്ളാടിയിൽ മറ്റൊരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2019-ൽ പുത്തുമല ദുരന്തമുണ്ടായ സ്ഥലത്തുനിന്ന് 800 മീറ്ററോളം മാറിയാണ് കള്ളാടി എന്നതും ദുരന്ത ചരിത്രത്തിന്റെ ആവർത്തനം ബോധ്യപ്പെടുത്തുകയാണ്. വയനാടൻ മലമേഖല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ജാഗ്രതയോടെ സമീപിക്കേണ്ട ഭൂഭാഗമാണ്. 1960 മുതൽ ഈ മേഖലയിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. 1962-ലും പിന്നീട് 1996-ലും 2024-ലും ചെമ്പ്രമലയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി.
1984 മുണ്ടക്കൈ, 1992 കാപ്പിക്കളം, 2018 മക്കിമല കുറിച്യർമല, 2019 പുത്തുമല, 2024 മുണ്ടക്കൈ ചൂരൽമല എന്നീ സംഭവങ്ങളും വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്ത സാധ്യതയുടെ ചരിത്രമാണ്. 1992 കാപ്പിക്കളത്തുണ്ടായ ദുരന്തത്തിൽ 11 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. 2018 അതിവർഷക്കാലത്ത് ഓഗസ്റ്റ് 9 കുറിച്യർമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ വനഭൂമിയുടെയും തേയിലത്തോട്ടങ്ങളുടെയും ഘടന തന്നെ മാറ്റിമറിച്ചു. വീടുകളും ജീവിതോപാധികളും മറ്റു ജന്തുജാലങ്ങളും ഉൾപ്പെടെ വലിയ നഷ്ടമാണ് അന്നുണ്ടായത്. 2019 ഓഗസ്റ്റ് 8 വയനാട്ടിലെ മേപ്പാടിക്ക് സമീപമുള്ള പുത്തുമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ കേരളത്തിന്റെ സമീപകാല ദുരന്ത ചരിത്രത്തിലെ ദാരുണമായ അധ്യായമാണ്. 17 മനുഷ്യജീവനുകളും നിരവധി വീടുകളും തോട്ടങ്ങളും നിമിഷങ്ങൾക്കകം മണ്ണിനടിയിലാക്കിയ ഈ ദുരന്തം നാടിനെ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിപ്പിച്ചു. പശ്ചിമഘട്ടത്തിന്റെ അതിലോല പരിസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന വയനാടിന്റെ ദുരന്ത ചരിത്രത്തിലെ നിർണായക അധ്യായമായിരുന്നു 2024 ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ഒരു നാടിനെ അപ്പാടെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കിയ പ്രകൃതിയുടെ അതിതീവ്ര ക്ഷോഭം. ഉറക്കമുണർന്നപ്പോൾ ഒരു നാട് ഇല്ലാതായ ദുരന്തത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടമായി. എന്നാൽ നാടിനെ പിടിച്ചുകുലുക്കിയ അതിതീവ്ര ദുരന്തത്തിന്റെ മുറിവിൽ നിന്നും നാം പാഠം പഠിച്ചില്ലെന്നതാണ് കള്ളാടിയിലെത്തുമ്പോൾ വ്യക്തമാകുന്നത്. വനാവരണത്തിലെ മാറ്റം, അശാസ്ത്രീയ ഭൂവിനിയോഗം, മലഞ്ചെരിവുകളിലെ ഇടപെടലുകൾ, നീർച്ചാലുകളുടെ സ്വാഭാവിക ഒഴുക്കിലുണ്ടായ മാറ്റം, സർവോപരി കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വയനാടിന്റെ പാരിസ്ഥിതിക പ്രതിരോധശേഷിയെ കൂടുതൽ ദുർബലപ്പെടുത്തിയെന്നത് നാം തിരിച്ചറിയാതെ പോവുകയാണോ? പശ്ചിമഘട്ടത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വയനാട് അതിസമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. എന്നാൽ അതിനൊപ്പം അതീവ ദുർബലമായ ഭൌമഘടനാ പ്രദേശവുമാണ്. കുത്തനെയുള്ള മലഞ്ചെരിവുകൾ, ആഴമേറിയ താഴ്വരകൾ, കനത്ത മൺപാളികൾ, ഉയർന്ന മഴ ലഭ്യത എന്നിവ വയനാടിന്റെ സ്വാഭാവിക സവിശേഷതകളാണ്. ഈ ഭൌമ കാലാവസ്ഥാ ഘടകങ്ങളുടെ സങ്കീർണമായ പരസ്പര പ്രവർത്തനം പ്രദേശത്തെ ഉരുൾപൊട്ടലുകൾക്കും മണ്ണിടിച്ചിലുകൾക്കും സ്വാഭാവികമായി കാരണമാവുന്നതായി ഭൌമ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ നിരവധി തവണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതിയുടെ അതീവ ദുർബലാവസ്ഥയോടൊപ്പം തന്നെ നിരന്തരമായുള്ള മനുഷ്യ ഇടപെടലുകൾ കൂടുതൽ സങ്കീർണത സൃഷ്ടിക്കുകയാണ്. വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ കേവലം പ്രകൃതിക്ഷോഭം മാത്രമായി വിലയിരുത്താനാകില്ല. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളെന്ന വിലയിരുത്തലുകൾക്കൊപ്പം നിഷേധിക്കാനാകാത്ത കയ്യേറ്റത്തിന്റെയും പ്രകൃതി ചൂഷണത്തിന്റെയും സമസ്യകളിലാണ് വയനാട് മേഖല. വയനാടിന്റെ ഭൌമശാസ്ത്രപരമായ പരിമിതികൾ തിരിച്ചറിഞ്ഞുള്ളതും ശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നതുമായ വികസനമാണ് ഇവിടെ ആവശ്യം. മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി വയനാടിന്റെ മണ്ണും മലയും കാടും കാട്ടാറും മഴമേഘങ്ങളും തിരിച്ചറിഞ്ഞുള്ള പ്രകൃതി സൌഹൃദ വികസനത്തിനുള്ള പ്രേരകമായി കള്ളാടി പോലുള്ള ദുരന്തങ്ങളുടെ ആഘാതം മാറുകയാണ് വേണ്ടത്. ജൈവ വൈവിധ്യ സമ്പത്തിന്റെ ശേഖരത്തോടൊപ്പം മധ്യേന്ത്യ മുതൽ തെക്കോട്ട് കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടം വിശിഷ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാലാവസ്ഥാ സന്തുലിതാവസ്ഥയുടെ കാവൽക്കോട്ടയാണ്. എന്നാൽ ആവർത്തിക്കുന്ന ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, പ്രളയം തുടങ്ങിയ ദുരന്തങ്ങൾ പശ്ചിമഘട്ട മേഖലയെ വലിയ ആശങ്കയിൽ നിർത്തുകയാണ്. സംഭവിച്ച ദുരന്തങ്ങളാകെയും പ്രകൃതിയുടെ വികൃതിയാണെന്നും മാത്രം പറഞ്ഞൊഴിയാനാകില്ല. അശാസ്ത്രീയമായ ഖനനം, മലനിരകൾ വെട്ടിനിരത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വനനശീകരണം, അനിയന്ത്രിതമായ വിനോദസഞ്ചാരം, തണ്ണീർത്തടങ്ങളുടെ നികത്തൽ എന്നിവ പശ്ചിമഘട്ടത്തിന്റെ സ്വാഭാവിക ഘടനയെ ദുർബലപ്പെടുത്തുകയാണ്. സമീപകാലത്തായി അതിദ്രുതം സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് പ്രധാന കാരണമാണ്. ആഗോള താപനം ഉൾപ്പെടെ സൃഷ്ടിച്ച കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആഘാതം പശ്ചിമഘട്ടത്തിലും പ്രകടമാണ്. പ്രകൃതിദത്തവും അനിവാര്യവുമായ മഴ ഒരു മഹാദുരന്തമായി മാറുന്നത് പരിസ്ഥിതിയുടെ പ്രതിരോധശേഷി മനുഷ്യൻ തകർത്തതുകൊണ്ടാണ്. കേരളത്തിന്റെയും തീരസംസ്ഥാനങ്ങളുടെയും നിലനിൽപ്പിനായി എന്തു വില കൊടുത്തും സംരക്ഷിച്ചു നിർത്തേണ്ട പ്രകൃതിയുടെ വരദാനമായ പശ്ചിമഘട്ട മലനിരകളുടെ സ്വാഭാവികത മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും അതിജീവനത്തിന് അനിവാര്യമാണ്. ഈ ഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിന്റെ അനിവാര്യതയും നിലനിൽപ്പും ആശങ്കകളും അത് നേരിടുന്ന വലിയ ആഘാതങ്ങളും ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പ് നൽകിയ മാധവ് ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ സമിതികളുടെ റിപ്പോർട്ടുകളും പരിസ്ഥിതി സംരക്ഷണ നിർദ്ദേശങ്ങളും വിസ്മരിക്കാവുന്നതല്ല.
പ്രകൃതിയുടെ പരിധികളെ എല്ലാവിധത്തിലും മറികടക്കുന്ന അധിനിവേശം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ നിലനിൽപ്പിനായുള്ള ജാഗ്രത എല്ലാവരിലും ഉണരേണ്ടതുണ്ടെന്ന് കള്ളാടി ദുരന്തവും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രകൃതിയെ കീഴ്പ്പെടുത്തുകയല്ല, അതിനൊപ്പം ജീവിക്കുന്ന മാതൃകകളിലൂടെ മാത്രമേ നാടിന് നിലനിൽപ്പുള്ളൂവെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.